ഡൽഹിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 നാളെ തിരിതെളിയുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് നടി ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഉണ്ടാകും. ജയറാമും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും പരിപാടിക്ക് മാറ്റുകൂട്ടും. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായോ? എന്തായാലും കേരളത്തിന്റെ ആ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 നാളെ തിരിതെളിയുമ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു? അതിന്റെ വിശേഷങ്ങൾ. രോഹിണി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്ര സംഭവത്തിനാണ് ഡൽഹി സാക്ഷിയാകാൻ പോകുന്നത്. കാരണം ഡൽഹിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി മലയാളത്തിൻ്റെ ഒരു മഹോത്സവം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹി ഇന്നേ വരെ, ഈ രാജ്യ തലസ്ഥാനവാസികൾ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ കലാസാംസ്കാരിക സംഗമം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ കലാ സാംസ്കാരിക പരിപാടികളും അതോടൊപ്പം തന്നെ സിനിമ, ഫുഡ്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ, അത് കേരളത്തിൻ്റെ തനതായ സംഭവങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ാണ്. ഏതാണ്ട് 2 മാസത്തോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് നാളെ ഇതിന് കൊടിയുയരാൻ പോകുന്നത്. രോഹിണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിൽ കഥകളി, പടയണി, പൂരക്കളി, അതോടൊപ്പം തന്നെ കളരിപ്പയറ്റ്, കേരളത്തിൻ്റെ സവിശേഷതയാർന്ന എല്ലാ കലാസാംസ്കാരിക പൈതൃകവും ഡൽഹിയിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. രണ്ടാമത് കേരളത്തിലെ നമ്മുടെ മഹാനടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് എത്താൻ പോകുന്നു. KS ചിത്ര ഇവിടെ എത്താൻ പോകുന്നു. അതോടൊപ്പം തന്നെ ജയറാം ഇവിടെ പഞ്ചാരിമേളം കൊട്ടാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശോഭനയുടെ നൃത്തശില്പം ഇവിടെ അരങ്ങേറും. ഒപ്പം ലക്ഷ്മി ഗോപാലസ്വാമി, ആശാ ശരത് ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപൊരിക്കലും ഡൽഹി ഇങ്ങനെ ഒരു പരിപാടിക്ക് വേദിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മോടൊപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്, സുരേഷ് കുമാർ. സുരേഷ് ഏട്ടാ, എങ്ങനെയാ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? മലയാളികൾ ഒരുപക്ഷെ, ഡൽഹി മലയാളികൾ ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടുള്ള പല ഇതുപോലെയുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളവ കാണും. പക്ഷേ ഇത് അതിനുമൊക്കെ അപ്പുറം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലാ സാംസ്കാരിക പരിപാടികൾ, അതിനപ്പുറം താരനിശ. എന്താണ് ഈ ഒരു പരിപാടിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഇത് ഇപ്പോൾ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ചിലപ്പം ഇതിനു മുമ്പ് വേറെ വല്ലതും നടന്നു കാണും. പക്ഷേ ഇതൊരു വലിയൊരു സാംസ്കാരിക സംഗമമാണ്. എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. നാളെ കലാമണ്ഡലത്തിൽ നിന്നുണ്ട്, ഫോക്ലോർ അക്കാഡമിയിൽ നിന്നുണ്ട്, അല്ലാതെ ഉള്ള നമ്മുടെ താരങ്ങളുണ്ട്. എല്ലാവരും പെർഫോം ചെയ്യുന്ന ഒരു വലിയൊരു വേദിയാണിത്. 3 വേദികളിലായിട്ടൊന്ന് കൽക്കത്ത സ്റ്റേഡിയത്തിനകത്ത്, വെളിയിൽ ഇപ്പോൾ 2 വേദികളത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ രാവിലെ നമ്മൾ 11:30 മണിക്കാണ് നമ്മുടെ കൊടിയേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരിപാടികളെല്ലാം ആരംഭിക്കും. ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അങ്ങ്. അതിനുശേഷം ഒരു പക്ഷേ ഈ ഒരു കലാ സാംസ്കാരിക ഒരു പരിപാടി ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഇവിടെയുള്ള മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നു. എന്താണ് മനസ്സിൽ തോന്നുന്നത്? അല്ല, നമ്മളിത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഇതുപോലത്തെ വലിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ താരനിബിഡമായിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ ഇതല്ല. ഇത് നമ്മുടെ എല്ലാ കലാകാരന്മാരും, കഥകളി, കൂടിയാട്ടം, പിന്നെ നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, എല്ലാ കലാകാരന്മാരും വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു 214 കലാകാരന്മാർ ഫോക്ലോറിൽ നിന്നും കലാമണ്ഡലത്തിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട്, അതല്ലേ? അതിൽ കൂടുതലുണ്ട്. 136 പേര് ഫോക്ലോറിൽ നിന്നും 118 പേരോളം കലാമണ്ഡലവും ചുറ്റുവട്ടത്തും ഉള്ളവരെല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് പോരാത്തതിന് നമ്മുടെ ഈ ചിത്രയുടെ കൂടെ വരുന്നത് എല്ലാവരുടെയും, അതെല്ലാം കൂടെ കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 350-400 പേര് കലാകാരന്മാർ ഇതിൽ. ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ കലാകാരന്മാർക്ക് ഇതിലുള്ള പങ്കെന്താണ്?
ഡൽഹിയിൽ നിന്ന് എത്രയോ പേര് പെർഫോം ചെയ്യുന്നുണ്ട്. ഡൽഹിയിലെ പല അസോസിയേഷൻ്റെ ആൾക്കാരും പെർഫോം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അവരും ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ ഉള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനം ടി വിയുടെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഇതിലുണ്ട്. കാരണം ജനം ടി വിയുടെ നേതൃത്വത്തിൽ ഇത്ര വലിയൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സജീവേട്ടാ. ഇപ്പോൾ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ജനത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യ തലസ്ഥാനത്ത് ഇതുപോലെയുള്ള ഒരു കലാ സാംസ്കാരിക പരിപാടി എന്ന് തോന്നുന്നു. ഇപ്പോൾ അഭിമാന നിമിഷം. ഇത്തരത്തിൽ ജനത്തിന് ഒരു ഉയർന്ന കാഴ്ചപ്പാടും ഭാരതത്തിൻ്റെ അതിൽ കേരളത്തിൻ്റെ കൾച്ചറൽ നമുക്കിവിടെ വലിയ ഭംഗിയായിട്ട് നടത്താൻ പറ്റിയാലും വളരെയധികം അഭിമാനം. അപ്പോൾ അതിൽ ഡൽഹി യൂണിറ്റിനും ഡൽഹിയിലെ പ്രവാസി മലയാളികൾക്കും എല്ലാവർക്കും ജനത്തിൻ്റെ ഒരുപാട് കടപ്പാടും നന്ദിയൊക്കെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ ആത്മാർത്ഥമായിട്ടുള്ള വലിയ പ്രവർത്തനം ഇവിടെ ഇതിൽ എല്ലാ ജനങ്ങൾക്കും ജനത്തിൻ്റെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തും. ഇപ്പോൾ നമ്മോടൊപ്പം ഈ നിൽക്കുന്നത് KT കൃഷ്ണകുമാർ, നമ്മുടെ ഡയറക്ടറാണ് ജനം ടി വിയുടെ. അതിനും അപ്പുറം നമ്മുടെ കലോത്സവങ്ങളിൽ, കേരളത്തിലെ കലോത്സവങ്ങളിൽ മാറ്റുരച്ച് കലാപ്രതിഭയൊക്കെ ആയ വ്യക്തി കൂടിയാണ്. അപ്പോൾ കലോത്സവങ്ങൾ ധാരാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഡൽഹിയിൽ ജനത്തിൻ്റെ ഭാഗമായി അതിലും വലിയൊരു കലാവിരുന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നു. എന്താണ് മനസ്സിൽ ഈ നിമിഷം തോന്നുന്നത്? ഇത് ശരിക്കും പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് മാറിയിട്ടുള്ള ഒരു ജനകീയ ഉത്സവം. ശരിക്കും പറഞ്ഞാൽ ജനോത്സവം എന്ന പദത്തിന് അർത്ഥം വയ്ക്കുകയാണ് ഇവിടെ കാണുന്ന സമയത്ത്. കാരണം ഇവിടുത്തെ ഇതിൻ്റെ തലേദിവസമായി പ്രോഗ്രാം തുടങ്ങുന്നത് നാളെയാണ്. പക്ഷേ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഡൽഹിയിലുള്ള മലയാളി കുടുംബങ്ങൾ, കുട്ടികൾ മുതൽ വളരെ മുതിർന്ന ആളുകൾ വരെ ഇവിടെ വരുന്നു, ഇതിൻ്റെ സംഘാടകരായിട്ട് മാറുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവൻ്റൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് ചിലപ്പോൾ സ്പോൺസർ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ അല്ലെങ്കിൽ ആ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ആൾക്കാർ മാത്രമായിരിക്കും എങ്കിൽ ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ല. ഈ ഡൽഹിയിലെ എല്ലാ മലയാളികളും ഏറ്റെടുത്തതിൻ്റെ വലിയ ലക്ഷണമാണ്. നൂറുകണക്കിന് കുട്ടികളാണ്, അതായത് യുവാക്കളാണ് ഇതിൻ്റെ സംഘാടകരായിട്ട്, അതായത് വളണ്ടിയറായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ സമയം 3 ദിവസവും പൂർണ്ണമായിട്ടും അവർക്ക് ചിലപ്പോൾ ഈ പ്രോഗ്രാം തന്നെ മുഴുവൻ കാണാൻ പറ്റിയെന്ന് വരില്ല. അത്രത്തോളം അവർ ഈ പരിപാടിക്ക് വേണ്ടി വളണ്ടറി ആയിട്ട് അവർ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയമാണ്. പിന്നെ ഇവിടുത്തെ അലങ്കാരം അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. നാളെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതോടുകൂടി ഇവിടെ മുഴുവൻ ആനയുടെയൊക്കെ പ്രതിബിംബങ്ങളും അതുപോലെ തന്നെ പഞ്ചവാദ്യം, മെലിഞ്ഞിത്തറമേളം, അങ്ങനെ കുറേ ശരിക്കും പറഞ്ഞൊരു ഉത്സവ പറമ്പ് തന്നെയായിട്ട് മാറാൻ പോവാണ് ഈ ഡൽഹി ഇന്ദ്രപ്രസ്ഥം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ കുറേയധികം ആളുകൾ ഏതാണ്ട് ഉച്ച മുതൽ ഇവിടെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറാമാൻ ഉണ്ണികൃഷ്ണൻ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കും. കേരളത്തിൻ്റെ ഒരു പ്രതിബിംബം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിരവധി കലാകാരന്മാർ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി കലാകാരന്മാർ അതിനുവേണ്ടി അക്ഷീണ പ്രയത്നത്തിലാണ്. രായും പകലുമില്ലാതെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അധ്വാനിക്കുന്ന ദൃശ്യങ്ങളടക്കം നോക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ ജനം സൗഹൃദവേദിയുടെ പ്രസിഡന്റ് കൂടിയായ ജയപ്രകാശി ചേരുന്നുണ്ട്. ജയപ്രകാശി കുറേ അധികം വർഷങ്ങളായി ഡൽഹിയിലുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അനുഭവം മുൻപുണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഡൽഹി ഇതുവരെ കാണാത്ത ഒരു പരിപാടിയാണ്. നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസമായിട്ട് ഡൽഹി താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം തയ്യാറായി കഴിഞ്ഞു. നാളെ മോഹൻലാൽ വന്ന് മലയാളത്തിൻ്റെ എന്താണ് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള മോഹൻലാലാണ് നാളെ വന്ന് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ താരനിരയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നടീനടന്മാർ, അതുപോലെ ഗായകർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഈ സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല, കേരള ഫോക്ലോർ അക്കാദമിയിലെ കലാകാരന്മാർ, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, കേരള കലാമണ്ഡലത്തിലെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ, കലാകാരികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ മാമാങ്കം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പോലും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വോളണ്ടിയർ ആകാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം, ഇതിൻ്റെ ആ എക്സ്പീരിയൻസ് അവർക്ക് ഉൾക്കൊള്ളണം എന്നുള്ള രീതിയിൽ അവർ
ഇങ്ങോട്ട് വന്ന് ഇതിലെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. ഓക്കെ, നമ്മുടെ ആർട്ടിസ്റ്റ് കണ്ണനാണ് ഇവിടെ കേരളത്തിൻ്റെ ഒരു നേർപതിപ്പ് ഇവിടെ ഉണ്ടാക്കാവുന്നത്. കണ്ണൻ, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? കണ്ണനും കണ്ണൻ്റെ ടീമും ഏതാണ്ട് കുറേ ദിവസങ്ങളായി അത്യധികം ഉത്സാഹത്തിലാണ്. അയത്തേട്ടാ, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ കുറച്ചധികം ദിവസങ്ങളായി ഇതിനു വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തിലാണ്. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? തീരാറായോ? ഏകദേശം നമ്മൾ ടെൻഷനില്ല, നമുക്കെല്ലാം ഓക്കെയാണ്. കറക്റ്റ് ടൈമിനെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്? അതിപ്പം ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതേട്ടാ, എന്താ സംഗതി? അല്ല, കൂടുതലുമില്ല. നമ്മൾ ഈ ജനോത്സവം പരിപാടി ജനം ടി വിയുടെ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഒരു കേരളം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മളൊരു തീം ഉണ്ടാക്കിയിരിക്കുന്നത്. കൈലാസത്തിൻ്റെ താഴെ നമ്മളൊരു കേരളം സൃഷ്ടിക്കുന്നു. അത് നാളെ രാവിലെ ഒരു സർപ്രൈസ് ആണല്ലോ സാധനം. അപ്പോൾ അത് കണ്ണനാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നത്. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ഓക്കെ, നടക്കട്ടെ, പണി നടക്കട്ടെ. നമ്മുടെ ഡൽഹിയിലെ കലാകാരന്മാരുടെ കോർഡിനേറ്റർ പ്രസാദ്, രാഘവ് പ്രസാദ് എന്നാണ് പേര്. നമ്മുടെ ഒരു സിനിമാ താരം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയാണ് വന്നത്. മകൻ നാണം കൊണ്ട് ഓടിപ്പോയി. ഇങ്ങോട്ട് വന്നേ. അപ്പോൾ രാഘവ് പ്രസാദ് അദ്ദേഹമാണ് ഡൽഹിയിലെ കലാകാരന്മാരുടെ കോർഡിനേഷൻ്റെ ചാർജുള്ളത്. എങ്ങനെയുണ്ട് ഡൽഹിയിലെ ആളുകളെല്ലാം? ഉത്സാഹത്തിലാണ്. അവരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ രാവിലെ ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കൊടിയേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ പരിപാടികളായിരിക്കും ഡൽഹിയിലെ കലാകാരന്മാർ തട്ടിൽ കയറ്റാൻ പോകുന്നത്? നാടകം മുതൽ പിന്നെ ഇനാഗറൽ നാടകം, ഡാൻസ്, സെൻഡ് ഓഫ് ഡാൻസ്, എല്ലാം നമ്മുടെ കൾച്ചറിനെ ബേസ് ചെയ്തുള്ള എല്ലാ തരം പരിപാടികളും, നങ്ങിയാർ കളിയായാലും എല്ലാം ഇതുണ്ട്. നമ്മുടെ കേരളത്തിനെ പ്രതിദാനം ചെയ്യുന്ന എല്ലാ കലാരൂപങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മോനുമായിട്ട് നാട്ടിൽ നീങ്ങി പോയിരുന്നു ഈ ഉത്സവം കൂടാൻ, ഉത്സവ പറമ്പിലോട്ട്. എങ്ങനെയുണ്ട് പരിപാടി കണ്ടപ്പോൾ? പരിപാടി നാളെ തൊട്ടല്ലേ കാണുന്നത്. അപ്പം അന്ന് പൊളിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ആർട്ടിസ്റ്റ് ഈ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ബോബൻജി വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച് അദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ ചുരുക്കമാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ കലാപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും? ഗംഭീരമായിരിക്കും പരിപാടി, ഗംഭീരമായിരിക്കും. ഈ കേരള കലകൾ മൊത്തം ഇതിനകത്ത് കയറി വരികയില്ലേ, നന്നായിരിക്കും, വളരെ മനോഹരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഈ കൊടിയേറ്റമാണ്. അതിനുശേഷം കാണാൻ പോകുന്നതാണ് യഥാർത്ഥ പൂരം. മലയാളത്തിൻ്റെ മഹോത്സവം തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ മുതൽ കാണാം, 29-ാം തീയതി വരെ. ശരി ശ്രീകാന്ത്, ഡൽഹിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ജനം ടി വി സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 നാളെ തിരിതെളിയുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത്.